ഇനി വിദേശ വാർത്തകളിലേക്ക് നമ്മൾ പോവുകയാണ്. ഇസ്രയേൽ ആക്രമണത്തിൽ 5 ജീവകാരുണ്യ പ്രവർത്തകർ മരിച്ചു എന്ന വാർത്ത വരുന്നു. ഗസയിൽ അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇസ്രയേൽ പിന്മാറി എന്ന വാർത്തയും വരുന്നുണ്ട്. വടക്കൻ ഗസയിൽ 400 ടൺ ഭക്ഷ്യവസ്തുക്കളുമായി എത്തിയ കപ്പലിൽ നിന്ന് ഭക്ഷണം വിതരണം ചെയ്യാൻ ഇനിയും കഴിയുന്നില്ല എന്ന വാർത്തയും വരുമ്പോൾ പി ജെയിംസ് നമുക്കൊപ്പം ചേരുന്നു ഈ വാർത്തകളെ അപഗ്രഥിക്കാൻ. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഹായ് 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 4 ഹായ് ഇരിക്കട്ടെ പി ജെയിംസ്. രാവിലെ സുഖമാണെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും എസ്കേൻ അത്ര സുഖകരമല്ലാത്ത ഗസയിലെ വാർത്തകൾ പറയൂ. പാവം ജീവകാരുണ്യ പ്രവർത്തകരാണല്ലോ മരിച്ചത്, റെഡ് ക്രോസിന്റെ ആൾക്കാരാണ്. അത് വല്ലാതെ ദുഃഖിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇവര് പട്ടിണി കിടക്കുന്ന ലക്ഷങ്ങൾക്ക് ഭക്ഷണമായി വന്നതാണ്. വേൾഡ് സെൻട്രൽ കിച്ചൺ അതിന് നേതൃത്വം നൽകുന്ന ഒരാളാണ് ജീവകാരുണ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടത്. മറ്റുള്ളവരും ഈ സഹായത്തിനായി എത്തിയ 5 പേരാണ്. ഇസ്രായേലി ആക്രമണത്തിൽ അവർ കൊല്ലപ്പെട്ടു. ഒപ്പം തന്നെ ഗസയിലും മറ്റു പലയിടത്തും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ സംഖ്യ വരുന്നതേ ഉള്ളൂ. എന്തായാലും മരണസംഖ്യ 33,000-ന് അടുത്തെത്തുകയാണ്. അതിൽ കൊല്ലപ്പെട്ടവരിൽ 23,000 പേരും സ്ത്രീകളും കുട്ടികളുമാണ് എന്നറിയുമ്പോൾ സങ്കടം കൂടുന്നേ ഉള്ളൂ. എസ്കെയിൻ, അതിനിടയിൽ വരുന്നൊരു പ്രത്യേക വാർത്ത, 400 ടണ്ണുമായി സൈപ്രസിൽ നിന്ന് ഈ ഭക്ഷ്യവസ്തുക്കളുമായി കപ്പലെത്തിയിരുന്നു. പ്രത്യേകിച്ച് ഈജിപ്ഷ്യൻ അതിർത്തിയിലൂടെ ട്രക്കുകളിലൂടെ ഭക്ഷണം കൊണ്ടുവരുന്നത് ഇസ്രായേൽ സേന തടഞ്ഞിരിക്കുകയാണ്. അങ്ങനെയാണ് കപ്പൽ മാർഗം ഈ ഭക്ഷണം എത്തുന്നത്. 400 ടൺ അവിടെ എത്തിയിരിക്കുന്നു. പക്ഷേ അൽഷിഫ ആശുപത്രിയും വടക്കൻ ഗസയും ഒക്കെ അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളാണ്. ആ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറിയിരിക്കുന്നു. അവർ പറയുന്നത് 2 ആഴ്ചത്തെ അൽഷിഫ ആശുപത്രിയിൽ നടത്തിയ റെയ്ഡിൽ ഏതാണ്ട് 200-ലേറെ ഹമാസിൻ്റെ പ്രവർത്തകരെ കൊലപ്പെടുത്തിയെന്നും 900 പേരെ അറസ്റ്റ് ചെയ്തുവെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ അവിടുത്തെ ദൗത്യം പൂർത്തിയായി പിൻവാങ്ങുകയാണ്. അപ്പോൾ അൽഷിഫയിൽ നിന്നും വടക്കൻ ഗസയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ഇസ്രായേൽ സൈന്യം തെക്കൻ ഗസയിലേക്കും മധ്യ ഗസയിലേക്കും മാറിയിരിക്കുന്നു. ഇതേ തുടർന്ന് ഈ സൈപ്രസിൽ നിന്നുള്ള കപ്പലെത്തിയപ്പോൾ അവിടുന്ന് ഭക്ഷണം വിതരണം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട് വരുന്നു. കാരണം ജനക്കൂട്ടം ഇടിച്ചു കയറി പലരും ഭക്ഷണം തട്ടിയെടുത്തു കൊണ്ടുപോകുന്നു. അവിടെ ഒരു സമാധാന നില പാലിക്കാൻ കഴിയുന്നില്ല. ജനം അത്രമാത്രം പട്ടിണിയിലാണ്. അതുകൊണ്ട് കൂടിയാണ് അവിടെ ആരും അത് നിയന്ത്രിക്കാനില്ല. ഒരുതരം അരാജകത്വത്തിലേക്ക് വടക്കൻ ഗസ മാറിയിരിക്കുന്നു. കാരണം അതുപോലെ നശിപ്പിച്ചിട്ടിരിക്കുകയാണ് ഇസ്രായേൽ വടക്കൻ ഗസയിലെ പ്രധാന പ്രദേശങ്ങൾ. 6 മാസം മുമ്പ് യുദ്ധം തുടങ്ങിയത് വടക്കൻ ഗസയിലാണ്. അവിടെ നിന്ന് ജനങ്ങളോട് തെക്കൻ ഗസയിലേക്ക് ഒഴിഞ്ഞു പോകാനാണ് പറഞ്ഞത്. വടക്കൻ ഗസയിൽ യുദ്ധം ചെയ്തു. അൽഷിഫ ആശുപത്രി ആദ്യം അവർ പിടിച്ചടക്കി. ഇപ്പോൾ രണ്ടാമതും ഹമാസ് അവിടെ വീണ്ടും കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അൽഷിഫയിൽ കഴിഞ്ഞ 2 ആഴ്ചയായി വല്ലാത്ത രീതിയിലുള്ള ആക്രമണം ഇസ്രായേൽ നടത്തിയത്. ഇപ്പോൾ ഇസ്രായേൽ സൈന്യം അവിടെ നിന്ന് പിന്മാറിയിരിക്കുന്നു. എന്തായാലും കൈവിട്ട കളിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കെയ്റോയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ചർച്ചകളൊന്നും വിജയിക്കുന്ന മട്ടില്ല. ഒപ്പം തന്നെ എസ്കെയിൻ, ഇത് ഗസയിലെ മാത്രം അവസ്ഥയല്ല. ഇസ്രായേലിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്ന പ്രകടനം എന്ന് പറയുന്ന യുദ്ധം തുടങ്ങിയ ശേഷമുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള യുദ്ധവിരുദ്ധ പ്രകടനമാണ്. ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് യുദ്ധം നിർത്താൻ ആവശ്യപ്പെടുന്നു. അല്ലെങ്കിൽ താൽക്കാലിക വെടിനിർത്തൽ നിർത്തിയാണെങ്കിലും ബന്ദികളെ മോചിപ്പിക്കണമെന്ന ആവശ്യവുമായിട്ടാണ് ഇസ്രായേലിലെ ജനങ്ങൾ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് തെരുവിലിറങ്ങുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ കസേരയ്ക്ക് ഇളക്കം തട്ടുന്നതായി അമേരിക്ക തന്നെ പറഞ്ഞിരുന്നു. അമേരിക്ക ഇസ്രായേലും തമ്മിൽ പ്രശ്നങ്ങളിലാണ്. അത് വീണ്ടും തീർത്തിട്ടില്ല. അതിനിടയിൽ അമേരിക്ക ഒരുപാട് ശതകോടികളുടെ ആയുധങ്ങൾ ഇസ്രായേലിന് കൈമാറുന്നുമുണ്ട്. അമേരിക്കയുടെ ഇരട്ടത്താപ്പാണെന്ന് ലോകരാജ്യങ്ങളൊക്കെ ആരോപിക്കുന്നുമുണ്ട്. എസ്കെൻ, ജെയിംസ്, ഈ അരുണാചൽ പ്രദേശിലെ 30 ചൈനീസ് പേരുകൾ കൊടുത്ത വിവാദം പുകയുന്നുണ്ടല്ലോ, ഇന്ത്യയും ചൈനയും തമ്മിൽ. അതിൻ്റെ വിശദാംശങ്ങൾ കിട്ടിയോ? എസ്കെൻ, ഇത് വല്ലാത്തൊരു കാര്യമാണ്. ഇന്ത്യയുടെ ഏറ്റവും ശക്തമായിട്ടുള്ള പ്രദേശമായിട്ട് അറിയപ്പെടുന്ന അരുണാചൽ പ്രദേശിലെ 30 പുതിയ ചൈനീസ് പേരുകൾ നൽകിയിരിക്കുകയാണ് ചൈനീസ് സർക്കാർ. അതിൽ 11 പുഴകളുടെ പേര് മാറ്റി, 4 മലകളുടെ പേര് മാറ്റി, അതുപോലെ തന്നെ 12ഓളം ജില്ലാ ആസ്ഥാനങ്ങളുടെ പേര് മാറ്റി. അപ്പോൾ ഇതേക്കുറിച്ച് ഈ മണിക്കൂറുകളിൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞത്, നിങ്ങളുടെ വീടിൻ്റെ പേര് മാറ്റിയെടുത്താൽ പുറത്തുള്ളവർക്ക് ആ വീട് അവകാശപ്പെടുമോ? അത് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായിരിക്കുന്ന പ്രദേശങ്ങളിൽ ചൈനീസ് പേരുകൾ നൽകിയാൽ എങ്ങനെ ശരിയാവും? പണ്ട് മാവോ സേതുങ്ങിൻ്റെ കാലം മുതലേ അവർ ഈ ലഡാക്കും അരുണാചൽ പ്രദേശമൊക്കെ അവരുടെ ടിബറ്റിൻ്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല, അരുണാചൽ പ്രദേശിനെ ചൈനയുടെ ഭരണാധികാരികൾ വിളിക്കുന്നത് സൗത്ത് ടിബറ്റ് എന്നാണ്, തെക്കൻ ടിബറ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇത് വല്ലാത്തൊരു അതിമോഹമാണ്.
പക്ഷെ അത് ചൈനയുടെ സാമ്രാജ്യത്വ മോഹങ്ങളുടെ ഭാഗമായിട്ട് തന്നെ വരുന്നു എന്ന് മാത്രമല്ല SKN, ഈ ചൈന വല്ലാതെ മസിൽ പെരുപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് ബംഗ്ലാദേശ് ഇന്ത്യയോട് വളരെ അടുപ്പമുള്ള രാജ്യമാണ്. ഷെയ്ഖ് ഹസീന അവിടെ 4ാമതും അധികാരത്തിലെത്തി. പക്ഷേ ഇപ്പോൾ ബംഗ്ലാദേശ് അല്പം ചൈനയോട് കൂടി അടുപ്പം കാണിക്കുന്നു. ചൈനയുടെ നാവിക താവളം ബംഗ്ലാദേശിൽ വരുന്നു. നേരത്തെ അത് ശ്രീലങ്കയിൽ ഹമ്പൻതോട്ട അവർ വാങ്ങിച്ചതാണ്. പാകിസ്ഥാനിൽ ഗുദാർ തുറമുഖം വന്നു. അപ്പോൾ ഇന്ത്യയെ വളയുന്ന തരത്തിലേക്ക് ചൈന ആധിപത്യം ഉണ്ടാക്കുന്നതെന്ന് മാത്രമല്ല, ബംഗാൾ ഉൾക്കടലിൽ നേരത്തെ ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറബിക്കടലിലുമാണ് ഇന്ത്യയായിട്ട് ചൈനയും പാകിസ്ഥാനും കൂടി നമ്മളോട് പോരാടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ബംഗ്ലാദേശിനെ കൂടി പിടികൂടി. ബംഗ്ലാദേശ് പറയുന്ന അവരുടെ കൂടെ ഞങ്ങൾ പോയിട്ടില്ല, പക്ഷേ ബംഗാൾ ഉൾക്കടലിൽ അവർക്ക് ചൈനീസ് താവളം വരുന്നത് വല്ലാത്ത രീതിയിൽ, അവരുടെ നാവൽ ബേസ് വരുന്നത് വല്ലാത്ത രീതിയിലുള്ള പ്രശ്നമുണ്ടാക്കും ഇന്ത്യക്ക്. അപ്പോൾ ചൈന വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് SKN. ജെയിംസ്, മറ്റൊരു കാര്യം, കാനഡയും ബ്രിട്ടനും ഈ വിസ റെഗുലേഷനും റൂൾസും കർക്കശമാക്കുന്നു എന്ന വാർത്ത വരുന്നു. ഇത് ഒരുപാട് ഇന്ത്യൻ വിദ്യാർത്ഥികളെയും നമ്മുടെ പ്രൊഫഷണലുകളെയും ഒക്കെ ബാധിക്കില്ലേ? SKN, യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരുടെയും പ്രത്യേകിച്ച് മലയാളികളുടെയൊക്കെ ഒരു വലിയ ഇതിൽ പഠിക്കാൻ പോകുന്നതും ജോലി ലഭിക്കുന്നതുമായിട്ടുള്ള 2 രാജ്യങ്ങളായിരുന്നു കാനഡയും ബ്രിട്ടനും, UK. അപ്പോൾ കാനഡയിൽ കഴിഞ്ഞ ഒരു 5-8 വർഷമായിട്ട് ഇന്ത്യക്കാരുടെ ഒരു വലിയ ഫ്ലോ ആയിരുന്നു. അവിടെ വരുന്ന വിദേശ വിദ്യാർത്ഥികളിൽ 40% ഇന്ത്യക്കാരാണ്. കഴിഞ്ഞ വർഷം തന്നെ 5,60,000 വിദ്യാർത്ഥികളാണ് അവിടെ എത്തിയത്. അവർക്ക് 3 വർഷമൊക്കെ സ്റ്റേ ബാക്ക്, അവിടെ പഠനശേഷം ജോലി ചെയ്യാം എന്നുള്ളൊരു വലിയ നിബന്ധന, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള സൗകര്യം കൊടുത്തിരുന്നു. 3 വർഷം കൊണ്ട് ഒരുപാട് പൈസയ്ക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അതുമാത്രമല്ല, PR കിട്ടും. അമേരിക്കയെ പോലെയല്ല, PR-ഉം പിന്നീട് സിറ്റിസൺഷിപ്പും കിട്ടും. കാനഡ ഒരു വലിയ സ്വർഗരാജ്യമായിട്ടാണ് ഇന്ത്യക്കാരും മലയാളികളും കണ്ടിരുന്നത്. പക്ഷേ അവർ നിയമങ്ങൾ അതീവ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നു. കാനഡയിൽ ഇനി പഠിച്ചു കഴിഞ്ഞാൽ അവിടെ സ്റ്റേ ബാക്ക് അല്ലെങ്കിൽ അവിടെ താമസിച്ച് ജോലി ചെയ്യാൻ അനുവദിക്കില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജോലി കിട്ടുന്നതിന് LMIA എന്നുള്ള ഒരു വിസയുണ്ട്. ആ വിസ ഇനി പറ്റില്ല. ലേബർ മാർക്കറ്റ് അസസ്മെൻറ്റ് വിസയാണ്, ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് വിസ എന്നാണ് അറിയപ്പെടുന്നത്. അത് 1.5 വർഷം വരെ അത് കൊടുത്തിരുന്നു. 1.5 വർഷത്തേക്ക് വരെയാണ് ആ വിസയുടെ കാലാവധി. പിന്നീട് പുതുക്കാം. അത് കഴിഞ്ഞ മാസങ്ങളിൽ അത് 1 വർഷമാക്കി, ഇപ്പോൾ 6 മാസമാക്കി. ഇനി അത് നിഷേധിക്കാനുള്ള അവസ്ഥയാണ്. അവിടുത്തെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഇന്ത്യയോടൊക്കെ ഫൈറ്റ് ചെയ്ത് നിന്നിരുന്നതാണ്. വല്ലാത്ത ഒരു ഇമേജ് ആയിരുന്നു. 2ാം തവണ അധികം തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് ജനപ്രീതി താഴെ പോയിരിക്കുന്നു. കാനഡ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയിരിക്കുന്നു. അവിടെ താമസിക്കാൻ വീടുകളില്ല, വീട് വാടക ഭയങ്കരമായിട്ട് കൂടുന്നു. 8 ലക്ഷത്തിലേറെ ഭവനങ്ങൾ വേണം ഇനി അവിടെ എന്നുള്ളതാണ്. അതുകൊണ്ട് ഇൻടേക്ക് കുറച്ചിരിക്കുന്നു. ഇപ്പോൾ ഇന്ത്യക്കാരായിട്ടുള്ള ഈ വർഷം 3 ലക്ഷത്തി ചില്ലാനും പേർക്കാണ് അവിടെ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത്. അടുത്ത വർഷങ്ങളിൽ വീണ്ടും അത് കട്ട് ചെയ്യും. UK-യിലും ഇത് തന്നെയാണ് അവസ്ഥ. SKN, UK-യിൽ നിയമങ്ങൾ കർശനമാക്കിയിരിക്കുന്നു. നിങ്ങളുടെ ബന്ധുക്കൾ അവിടെ കൊണ്ടുപോകാൻ കഴിയില്ല. വിസ നൽകുന്നതിന് കർശന നിയന്ത്രണം വന്നിരിക്കുന്നു. കൺസർവേറ്റീവ്സ് തലവെക്കുന്നു. ഇവിടെ കൺസർവേറ്റീവ് പാർട്ടി തന്നെ അവിടെ പരാജയപ്പെടുന്ന, ഋഷി സുനക്കിൻ്റെ പാർട്ടി അടുത്ത തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്ന സർവേകൾ വന്നിരിക്കുന്നു. കാനഡയിലും ഇതാണ് അവസ്ഥ. ജസ്റ്റിൻ ട്രൂഡോ അടുത്ത തെരഞ്ഞെടുപ്പിൽ, ഈ വർഷാവസാനം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്നാണ് സർവേ റിപ്പോർട്ടുകൾ വരുന്നത്. കൺസർവേറ്റീവ്സ് അധികാരത്തിൽ വന്നാൽ കാനഡയിൽ നിയമങ്ങൾ കൂടുതൽ ശക്തമാക്കും. ഇന്ത്യയിൽ നിന്നും ആൾക്കാർക്ക് പോകാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാവും. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇപ്പോൾ പോകുന്നത്. താങ്ക് യു VP ജെയിംസ്. ഇനി വിദേശ വാർത്തകളുമായി PP ജെയിംസ് നാളെ വരും. ഇനി ഒരു ഇടവേള. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.